So next question. A rectangular grid chamber is designed to remove particles with a diameter 0.2 mm and specific gravity 2.65. The settling velocities of these particles are found to be 0.02 meter per second. A flow-through velocity of 0.3 meter per second will be maintained by the proportioning via. Determine the channel dimensions for a maximum wastewater flow of 10,000 meter cube per day. അപ്പോൾ ഗ്രിഡ് ചേമ്പറിൻ്റെ ഡിസൈൻ ആണ് വരുന്നത്. അപ്പോൾ ഇതിൽ ക്വസ്റ്റ്യനിൽ ഫ്ലോ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് പ്രൊപ്പോർഷനിങ് വെയർ ആണ് യൂസ് ചെയ്യുന്നതെന്ന് പറയുന്നുണ്ട്. അപ്പോൾ പ്രൊപ്പോർഷനിങ് വെയർ ആണ് യൂസ് ചെയ്യുന്നത് പറയുന്നത് നമ്മളൊരു റെക്ടാങ്കുലർ ഗ്രിഡ് ചേമ്പർ ആണ് ഡിസൈൻ ചെയ്യേണ്ടത്. അപ്പോൾ അത് ഇവിടെ ഇപ്പോൾ ക്വസ്റ്റ്യനിൽ റെക്ടാങ്കുലർ ഗ്രിഡ് ചേമ്പർ ആണ് ഡിസൈൻ ചെയ്യേണ്ടതെന്ന് പറയുന്നുണ്ട്. ഇനി അഥവാ തന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ പ്രൊപ്പോർഷനിങ് ഫ്ലോ വെയർ ആണ് മെൻഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് മീൻസ് rectangular grid chamber is designed. So let us provide a rectangular channel section since a proportional flow weir is provided for controlling velocity of flow. അടുത്ത നമ്മൾ ഒരു സെറ്റിലിംഗ് വെലോസിറ്റി നമ്മൾ അസ്യൂം ചെയ്യുക. ഇവിടെ ഇപ്പോൾ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. സോ സെറ്റിലിംഗ് വെലോസിറ്റി ഇവിടെ ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നത് 0.02 മീറ്റർ പെർ സെക്കൻഡ്. ദെൻ ക്യൂ ഡിസ്ചാർജ് എന്ന് പറഞ്ഞാൽ 10,000 മീറ്റർ ക്യൂബ് പെർ ഡേ. അതിൽ ഇവിടെ എപ്പോഴും ശ്രദ്ധിക്കണം മാക്സിമം വേസ്റ്റ് വാട്ടർ ഫ്ലോയ്ക്ക് വേണ്ടി ആയിരിക്കണം നമ്മൾ എപ്പോഴും ഡിസൈൻ ചെയ്യേണ്ടത്. സപ്പോസ് ഇവിടെ ആവറേജ് ഫ്ലോ കൊണ്ടാണ് ആവറേജ് ഫ്ലോ ആണ് തന്നിരിക്കുന്നതെങ്കിൽ മൾട്ടിപ്ലൈ ഇറ്റ് വിത്ത് 2 to 3, അതായത് 2 മുതൽ 3 വരെ ആ ഒരു റേഞ്ചിൽ അതിനെ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മാക്സിമം വേസ്റ്റ് വാട്ടർ ഫ്ലോ കിട്ടും. അപ്പോൾ ഇവിടെ ഇപ്പോൾ മാക്സിമം വേസ്റ്റ് വാട്ടർ ഫ്ലോ തന്നെയാണ് തന്നിരിക്കുന്നത്. അത് മീറ്റർ ക്യൂബ് പെർ ഡേയിലാണ്. അതിനെ കൺവേർട്ട് ഇറ്റ് ഇൻറ്റു മീറ്റർ ക്യൂബ് പെർ സെക്കൻഡ്. സോ പെർ ഡേ അവറിലോട്ട് കൺവേർട്ട് ചെയ്യാനായിട്ട് ഡിവൈഡ് ബൈ 24, ദെൻ മിനിറ്റിലോട്ട് കൺവേർട്ട് ചെയ്യാൻ ഇൻറ്റു 60, ദെൻ സെക്കൻഡ് ഇൻറ്റു 60. Then horizontal flow velocity, that is flow through velocity 0.3 meter per second. It is given in question. So horizontal flow velocity is 0.3 meter per second. Then discharge is equal to horizontal velocity into area of cross section. From there, area of cross section is discharge divided by velocity. That is 0.116 divided by 0.3. So area equal to 0.385 meter square. Then assuming a water depth of 1 meter above the crest of the weir, which is kept at 0.3 meter above the channel bottom. അതായത് ഈ ഒരു ഫിഗർ നോക്കിക്കഴിഞ്ഞാൽ നമ്മളിപ്പോൾ അസ്യൂം ചെയ്ത ഡെപ്ത് 1 മീറ്റർ എന്ന് പറഞ്ഞാൽ ഈ ഒരു ഡെപ്ത് ആണ് നമ്മൾ അസ്യൂം ചെയ്തത്. ദെൻ ഒരു ഫ്രീ ബോർഡ് 0.3 മീറ്റർ ഉണ്ട്. അതുപോലെ തന്നെ ചാനൽ ബോട്ടത്തിൽ നിന്നും ഒരു 0.3 മീറ്റർ എബോ ആണ് നമ്മളിപ്പോൾ അസ്യൂം ചെയ്ത ഡെപ്ത്. അപ്പോൾ ഈ ഒരു ഡെപ്ത് 0.3 മീറ്റർ, ദെൻ ഇവിടെ നമ്മളൊരു 1 മീറ്റർ അസ്യൂം ചെയ്തു, ഫ്രീ ബോർഡ് 0.3 മീറ്റർ. ആൾസോ ഇവിടെ ഒരു സ്ലഡ്ജ് കളക്ട് ചെയ്യുന്നതിനായിട്ട് ഒരു 0.45 മീറ്റർ കൂടെ ഡെപ്ത് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. So assuming a water depth of 1 meter above crest of weir which is kept at 0.3 meter above the channel bottom. അങ്ങനെയാണെങ്കിൽ width of basin നമ്മൾ b എന്ന് ഡിനോട്ട് ചെയ്യുന്ന, അങ്ങനെയാണെങ്കിൽ 1 meter depth into width ആണ് നമ്മുടെ ക്രോസ് സെക്ഷണൽ ഏരിയ എന്ന് പറയുന്നത്. അപ്പോൾ 1 into b is equal to 0.385. From there b equal to 0.385 meter, approximately equal to 0.4 meter. Then നമുക്ക് overall depth of grid chamber. Overall depth of grid chamber എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞു ഒരു ഫ്രീ ബോർഡ് 0.3 മീറ്റർ പ്ലസ് നമ്മൾ അസ്യൂം ചെയ്ത വാട്ടർ ഡെപ്ത് എന്ന് പറഞ്ഞ 1 മീറ്റർ. അതുപോലെ തന്നെ ചാനൽ ബോട്ടത്തിൽ നിന്ന് നമ്മൾ 1.3 മീറ്റർ എബോവ് ദ ക്രസ്റ്റ് ഓഫ് ദ വെയർ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. സോ ആ ഒരു 0.3 പ്ലസ് ഒരു 0.45 മീറ്റർ, ഇതെല്ലാം കൂടി ആഡ് ചെയ്യുമ്പോൾ നമുക്ക് ഓവറോൾ ഡെപ്ത് ഓഫ് ഗ്രിഡ് ചേമ്പർ 2.05 മീറ്റർ എന്ന് കിട്ടും. ദെൻ ഡീറ്റൻഷൻ ടൈം എന്ന് പറയുന്നത് water depth divided by settling velocity. Water depth നമ്മൾ അസ്യൂം ചെയ്ത 1 divided by settling velocity എന്ന് പറഞ്ഞാൽ 0.02 meter per second. So 50 second എന്ന് കിട്ടും. അപ്പോൾ ലെങ്ത് ഓഫ് ടാങ്ക് എന്ന് പറയുന്നത് വെലോസിറ്റി ഇൻറ്റു ഡിറ്റൻഷൻ ടൈം. വെലോസിറ്റി എന്ന് പറഞ്ഞാൽ നമ്മൾ ഇവിടെ എടുക്കേണ്ടത് ഹൊറിസോണ്ടൽ വെലോസിറ്റി 0.3 ഇൻറ്റു ഡിറ്റൻഷൻ ടൈം 50. So 15 meter. The length of channel is increased beyond theoretical value by a factor of 10 to 50% to account for an idealistic in the flow and settling of particles. Hence, using about 30% increased length. 30 ഈ 15 മീറ്ററിനേക്കാളും ഒരു 30% increased length കൂടെ നമ്മൾ എടുക്കുന്നത് for എന്തിനാണ് non idealities in the flow and settling of particles. അപ്പോൾ L equal to this 15 plus 30% of this 15.
15 plus 30 by 100 into 15, that is 20 meter. Hence use a rectangular grid chamber of L equal to 20 meter, B equal to 0.4 meter and overall depth equal to 2.05 meter. So in this figure, the freeboard 0.3 meter, then designed water depth 1 meter ആണ് നമ്മൾ എടുത്തത്, then ഒരു 0.3 meter, പിന്നെ അതുപോലെ ഈ ഒരു 0.45 meter, ഇതെല്ലാം കൂടി ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 2.05 meter depth, overall depth നമുക്ക് കിട്ടുന്നത്. Next question, a 2% solution of a CBG sample is incubated for 5 days at 20 degrees Celsius. The depletion in oxygen was found to be 5 milligram per liter. Determine the BOD of the CBG. അപ്പോൾ ഇതിൽ ആദ്യം നമ്മൾ ഒരു 2% സൊല്യൂഷൻ ഓഫ് CBG സാമ്പിൾ ആണ് നമ്മൾ എടുക്കുന്നതെന്ന് പറഞ്ഞു. അങ്ങനെ നമുക്ക് അതിന്റെ ഡൈല്യൂഷൻ ഫാക്ടർ കണ്ടുപിടിക്കണം. ഡൈല്യൂഷൻ ഫാക്ടർ കണ്ടുപിടിക്കാനായിട്ട് 100 divided by percentage of solution. അപ്പോൾ 100 divided by percentage of solution ആണ് 2%. So 50. Dilution factor is 50. Then depletion of oxygen. In the question it is given 5 milligram per liter or 5 ppm. Then BOD കണ്ടുപിടിക്കാനുള്ള equation എന്ന് പറഞ്ഞാൽ depletion of oxygen into dilution factor. അപ്പോൾ depletion of oxygen നമുക്ക് വന്നത് 5 into dilution factor is 50. Therefore 250 ppm. Then design a suitable bar screen for a plant treating a peak flow of 15 million liters per day of sewage. Also compute the head loss through such a screen. Assume suitable data wherever necessary. അപ്പോൾ ഒരു ബാർ സ്ക്രീൻ ആണ് നമുക്ക് ഇവിടെ ഡിസൈൻ ചെയ്യേണ്ടത്. നമുക്ക് ആദ്യം നമ്മൾ ഇവിടെയും ശ്രദ്ധിക്കുക, ക്വസ്റ്റ്യനിൽ ഇപ്പോൾ പീക്ക് ഫ്ലോ എന്ന് തന്നെയാണ് തന്നിരിക്കുന്നത്. ഇൻ കേസ് ആവറേജ് ഫ്ലോ ആണ് തരുന്നതെങ്കിൽ മൾട്ടിപ്ലൈ ഇറ്റ് വിത്ത് 2 to 3. ഓക്കെ, ദെൻ പീക്ക് ഫ്ലോ തന്നിരിക്കുന്നുണ്ട്, അതിനെ എടുത്തോ 50 ml. അതിനെ നമുക്ക് മീറ്റർ ക്യൂബ് പെർ സെക്കൻഡിലോട്ട് കൺവേർട്ട് ചെയ്യുക. ദെൻ ലെറ്റ് ദ വെലോസിറ്റി ഓഫ് ഫ്ലോ ത്രൂ ദ സ്ക്രീൻ എന്ന് പറയുന്നത് 0.8 meter per second എന്ന് നമ്മൾ അസ്യൂം ചെയ്തു. ദാറ്റ് ഈസ് കാൽക്കുലേറ്റർ V. Velocity of flow through the screen, calculator V is equal to 0.8 meter per second. Then vertical projected area of screen openings. അത് നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? Q by V. Q is 0.579, V is 0.8. Then vertical projected area of the screen equal to 0.724 meter square. Let the screen with a bars of size 10 mm by 50 mm and clear spacing of 30 mm be provided. അപ്പോൾ നമ്മൾ ഇത് അസ്യൂം ചെയ്യുന്നതാണ്, നമ്മൾ ആ ബാറിന്റെ സ്ക്രീൻ ബാറിന്റെ സൈസ് എന്ന് പറഞ്ഞാൽ 10 mm by 50 mm ആൻഡ് ക്ലിയർ സ്പേസിംഗ് എന്ന് പറയുന്നത് 30 mm എന്ന് നമ്മൾ അസ്യൂം ചെയ്യുന്നു. അങ്ങനെയാണെങ്കിൽ എഫിഷ്യൻസി കോഎഫിഷ്യന്റ് ഓഫ് ബാർസ് എന്ന് പറയുന്നത് ക്ലിയർ സ്പേസിംഗ് ബിറ്റ്വീൻ ബാർസ് ഡിവൈഡഡ് ബൈ ക്ലിയർ സ്പേസിംഗ് ബിറ്റ്വീൻ ബാർസ് പ്ലസ് തിക്നെസ് ഓഫ് ബാർ. ക്ലിയർ സ്പേസിംഗ് നമ്മൾ അസ്യൂം ചെയ്തത് 30 mm, ദെൻ തിക്നെസ് ഓഫ് ബാർ എന്ന് പറയുന്നതാണ് ഈ ഒരു 10 mm. Then നമുക്ക് efficiency coefficient of bars 0.75 എന്ന് കിട്ടും. Then vertical projected gross area of screen equal to vertical projected area of screen openings divided by efficiency coefficient. അപ്പോൾ vertical projected gross area of the screen എന്ന് പറയുന്നത് എന്ത് വരും? 0.724 in അത് ഇവിടെ 3/4 എന്ന് വരും, അത് താഴെ വരുന്നതുകൊണ്ട് into 4/3. അപ്പോൾ 0.724 അല്ലെങ്കിൽ 0.724 divided by 0.75. Answer same ആണ്, 0.965 meter square. Then if 20 bars are provided, നമ്മൾ അസ്യൂം ചെയ്യുന്നു 20 bars പ്രൊവൈഡ് ചെയ്യുന്നു. 20 bars പ്രൊവൈഡ് ആണെങ്കിൽ അതിനിടയിലുള്ള ഓപ്പണിങ്സ് എന്ന് പറയുന്നത് 21 ഓപ്പണിങ്സ് ഉണ്ടാവും. എപ്പോഴും n bars ആണ് പ്രൊവൈഡ് ചെയ്യുന്നതെങ്കിൽ n+1 ഓപ്പണിങ്സ് ഉണ്ടാവും. അപ്പോൾ ഇവിടെ 20 bars ആണ് പ്രൊവൈഡ് ചെയ്തത്, then number of openings will be 21. Then gross width of screen and thus of screen channel എന്ന് പറയുന്നത് gross width കണ്ടുപിടിക്കാനായിട്ട് 20 number of bars into 10 divided by 1000 plus 21 into 30 divided by 10. ഈ 10 എന്ന് പറയുന്നത് ഈ ഒരു thickness of bar, 30 എന്ന് പറയുന്നത് അതിനിടയിലുള്ള സ്പേസിംഗ്. അപ്പൊ 20 into 10 divided by 1000 ചെയ്തേക്കുന്നത് ഇതെല്ലാം mm-ലാണ് കിടക്കുന്നത്, അതിന് മീറ്ററിലോട്ട് ആക്കാനാണ് divided by 1000 ചെയ്യുന്നത്. അപ്പൊ ഗ്രോസ് വിഡ്ത്ത് ഓഫ് സ്ക്രീൻ എന്ന് പറഞ്ഞാൽ 0.83 meter എന്ന് കിട്ടും. Then depth of flow in the screen channel D is equal to vertical projected gross area of screen divided by width of screen. Vertical projected area 0.965 divided by width of screen is 0.83. Therefore, depth of flow in the screen channel is 1.16 meter. Then assuming top of the screen to be 0.3 meter above the high flow level and a freeboard of 0.3 meter നമ്മൾ assume ചെയ്യുന്നു. അപ്പോൾ ടോപ്പ് സ്ക്രീനിന്റെ ടോപ്പ് എന്ന് പറയുന്നത് ഹയസ്റ്റ് ഫ്ലോ ലെവലിനേക്കാളും 0.3 meter above ആണ്. അതുപോലെ തന്നെ ഫ്രീ ബോർഡും ഒരു 0.3 meter കൊടുക്കണം. അങ്ങനെയാണെങ്കിൽ ടോട്ടൽ ഡെപ്ത് എന്ന് പറയുന്നത് നമ്മളിപ്പോൾ കണ്ടുപിടിച്ചിട്ട് 1.16 plus 0.3. ഈ 0.3 എന്ന് പറയുന്നത് നമ്മൾ 0.3 meter above ഹയസ്റ്റ് ഫ്ലോ ലെവൽ എന്ന് പറഞ്ഞു. ആ ഒരു 0.3 plus ഫ്രീ ബോർഡ് 0.3. അപ്പോൾ 1.76 meter. Then velocity of flow in the screen channel, small letter v. നേരത്തെ ഒരു ക്യാപിറ്റൽ V നമ്മൾ അസ്യൂം ചെയ്തായിരുന്നു. ഇവിടെ ഇപ്പോൾ velocity of flow in the screen channel
അതിനെ നമ്മൾ സ്മോൾ ലെറ്റർ v കൊണ്ട് ഡിനോട്ട് ചെയ്യും. അതെന്ന് പറഞ്ഞാൽ q ഡിവൈഡ് ബൈ w ഇൻറ്റു d. q എന്ന് പറയുന്നത് 0.579 ഡിവൈഡ് ബൈ w എന്ന് പറയുന്നത് വിഡ്ത്ത് നമുക്ക് കിട്ടും 0.83 ഇൻറ്റു ഡെപ്ത് എന്ന് പറയുന്നത് 1.16. ഇവിടെ ഓവറോൾ ഡെപ്ത് അല്ല എടുക്കേണ്ടത്, നേരത്തെ കണ്ട സ്മോൾ ഡിയുടെ വാല്യൂ ആണ് നമ്മൾ ഇവിടെ എടുക്കേണ്ടത്. Then head loss through the screen എന്ന് പറയുന്നത് HL. HL is equal to equation 0.0729 into capital letter V square minus small v square. അപ്പോൾ അതിൽ capital letter V നമ്മൾ assume ചെയ്ത 0.8 ആണ്, small v നമുക്ക് ഇവിടെ നിന്ന് 0.60 എന്ന് കിട്ടി. അപ്പോൾ നമുക്ക് 20.3 mm ആണ് head loss through the screen. ഇനി ഇതെന്ന് പറഞ്ഞാൽ this will be head loss when screen is clean. Clean ആയിരിക്കുമ്പോൾ head loss ആണ് ഈ 20.3 mm. How if the screen is half clogged ആണെങ്കിൽ capital letter V എന്ന് പറയുന്നത് എപ്പോഴും 2 times നമ്മൾ ആദ്യം എടുത്ത v, അതായത് 0.8 ആയിരുന്നു നമ്മൾ അസ്യൂം ചെയ്തത്. ഹാഫ് ക്ലോക്ക്ഡ് ആണെങ്കിൽ കാൽക്കുലേറ്റർ v is equal 2 times 0.8, അപ്പോൾ 1.6 meter per second. Then HL എന്ന് പറയുന്ന സെയിം ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. Then 160.3 mm എന്ന് കിട്ടി. അപ്പോൾ thus when the screen is clean ആയിരിക്കുമ്പോൾ ഹെഡ് ലോസ് എന്ന് പറഞ്ഞാൽ 20.3 mm മാത്രമേ ഉള്ളൂ. പക്ഷെ അത് ഹാഫ് ക്ലോക്ക്ഡ് ആണെങ്കിൽ 160.3 mm ആണ് അതിന്റെ ഹെഡ് ലോസ് വരുന്നത്, നിയർലി 8 times അല്ലേ. അപ്പോൾ when the screen is half clogged, head loss is 160.3 mm, which is 8 times that of head loss through the screen when it is clean. Hence, the bar screen should be frequently cleaned in order to keep the head loss within the desirable limit. അടുത്ത നമ്മൾ ഒരു ഹൈഡ്രോളിക് ലോഡിംഗ് ഫോർ പീക്ക് ഫ്ലോ കൂടെ കണ്ടുപിടിക്കണം. ഇതെന്ന് പറഞ്ഞാൽ q ഡിവൈഡ് ബൈ w ഇൻറ്റു d. ഇവിടെ q എന്ന് പറയുന്നത് നമ്മുടെ മില്യൺ ലിറ്റേഴ്സിലാണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിരിക്കുന്നത്. w 0.83, ഡെപ്ത് 1.16, അപ്പോൾ 51.93 മില്യൺ ലിറ്റേഴ്സ് പെർ ഡേ പെർ മീറ്റർ സ്ക്വയർ എന്ന് കിട്ടും. ദെൻ ബാസ്കറ്റിന്റെ ഡിസൈൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഒരു ഫിഗർ കൂടെ വരയ്ക്കുക.